കഴക്കൂട്ടത്ത് പെമ്പിള്ളേർക്ക് എങ്ങനെ അവർ സേഫ് ആയിരിക്കും? എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനോ അപേക്ഷ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ പറ്റുമോ? താങ്ക് ഗോഡ് ഹീ ഡിഡ് നോട്ട് കം ബാക്ക് ടു പവർ. എൻ്റെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരുമായിട്ട് ഇവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ലോക്കൽ സ്റ്റേഷൻസിലും ലോക്കലായിട്ട് എടുത്തിരിക്കുന്ന കുറേ കേസുകളുണ്ട്. അതുപോലെ അന്ന് ഞാൻ സ്വപ്നമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് 3 പേരെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചു. ഒന്ന് കടകംപള്ളി സുരേന്ദ്രൻ, ഒന്ന് ശ്രീരാമകൃഷ്ണൻ, ഒന്ന് തോമസ് ഐസക്. അപ്പോൾ അവരെക്കുറിച്ചിട്ട് അതിശക്തമായിട്ടുള്ള ആരോപണങ്ങൾ അന്ന് ഉയർത്തിയിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ടും അതിനകത്ത് ഒരനക്കവും ഇല്ല. അവർ തിരിച്ച് ഒന്നും ചെയ്തിട്ടുമില്ല. ഡിഫമേഷൻ നോട്ടീസിൻ്റെ പുറകെ കേസോ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ചിട്ട് എന്താ ഇപ്പോൾ തോന്നുന്നത്? സി, I have tackled them quite well. Okay, I am not a victim, but they approached me, right? So I just kept quiet because I don't want to talk cheap. എന്നെ കടിച്ചു അല്ലെങ്കിൽ എന്നെ പിടിച്ചു, അങ്ങനത്തെ ഒരു ഡേർട്ടി സ്റ്റാൻഡേർഡ്സിലോട്ട് താഴോട്ട് പോകാനായിട്ട് ഐ എം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ ലേഡി. ബട്ട് വെൻ ദേ സ്റ്റാർട്ടഡ് കമൻറ്റിങ് ഓർ സ്പ്രെഡിങ് ലൂസ് കമൻറ്റ്സ് ഓൺ മീ, ആ സമയത്ത് I gave them a small tip. If you unnecessarily open your mouth, then I'll have to clearly show you what you were and show the world also what you were. So now they are very quiet, so I'm quiet. But if they do anything stupid, then Swapna Suresh will have to open the mouth and show all the evidences. Whatever they did is because of their utmost frustration. The real Malayali frustration these old men have, അത് മാത്രമേ ഉള്ളൂ. But do I have to cater to it or not? It's just my take home. So I don't have to do that. I don't have to entertain that. പക്ഷെ അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. അവർ എന്നെ യൂട്ടിലൈസ് ചെയ്യാൻ ട്രൈ ചെയ്തു എന്നുള്ളത് അവർ ലൂസ് കമൻറ്റ്സ് പാസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അവർക്ക് ഒരു റിമൈൻഡർ കൊടുത്തത്. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. They don't have anything from my end. Because I don't want to scratch my head and bow my head in front of them and get anything out of them. Which it is easy for ladies to get from these kind of loose characters. But എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അതിൽ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ തോന്നിയത്? ഞാൻ ഏതോ ഒരു ചാനൽ, ഒരു ഓൺലൈൻ മീഡിയ വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞതാണ്, കഴക്കൂട്ടത്ത് MLA ആയിട്ട് ഇദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ കഴക്കൂട്ടത്ത് പെമ്പിള്ളേർക്ക് എങ്ങനെ അവർ സേഫ് ആയിരിക്കും? എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനോ അപേക്ഷ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ പറ്റുമോ? ഹീസ് ഗോട്ട് ദിസ് ഡിസീസ്, റൈറ്റ്? ദിസ് ഫ്രസ്ട്രേഷൻ. സോ പീപ്പിൾ ഷുഡ് വോട്ട് കറക്റ്റ്ലി. Don't bring these kind of rogues, back to power so that, our girls are not safe. ഒരു വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ല. Which I have repeated couple of times. അപ്പം I'm very happy that കഴക്കൂട്ടത്തെ ആൾക്കാർ have wisely chosen the right MLA. I don't know who is there. അവിടെ ആരാ ജയിച്ചതെന്നൊന്നും എനിക്കറിയില്ല. അതെനിക്കറിയില്ല. പക്ഷേ താങ്ക് ഗോഡ് he did not come back to power. അപ്പം ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, അയാളെ ജനങ്ങൾ തിരസ്കരിച്ചു. എന്നിട്ടും അയാളെ എടുത്ത് പ്രതിപക്ഷ നേതാവായിട്ട് അവിടെ വെച്ചിരിക്കുന്നു. അയാളിപ്പോഴും പ്രതിപക്ഷ നേതാവായിട്ട് അവിടെ ഇരിക്കുന്നു. ഈ വിജയൻ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് വിജയനെക്കുറിച്ചിട്ടുള്ള സ്വപ്നയുടെ ഒരു വിശകലനം? എന്ത് തോന്നുന്നു ആ മനുഷ്യനെ കുറിച്ച്? പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളെക്കുറിച്ചിട്ട് ഇപ്പം എന്താ തോന്നുന്നത്? വെരി തിക്ക് സ്കിൻഡ്, ബ്രൂട്ടൽ, very very poisonous character, very poisonous. I mean, ഈ യൂണിവേഴ്സ് കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ റിസർച്ച് നടത്തിയിട്ടുള്ള ഏറ്റവും കൂടിയ വിഷത്തിനേക്കാളും വിഷമാണ് അദ്ദേഹം. അതുകൊണ്ട് അയാളുടെ ഒരു അവസാനം എങ്ങനെ ആയിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതേപോലെ പെയിൻഫുൾ ആയിരിക്കണം, അതേപോലത്തെ ടോർച്ചർ അനുഭവിക്കണം. I mean, ഇപ്പം തന്നെ ഐ എം ഷുവർ when his daughter is going in front of the authorities, he is not at peace. That overconfidence that he is showing in front of the camera or in front of the people, it's all cooked up. Because I know that his heartbeat must be, in so much of pace that he cannot see his daughter suffering like this. ഇങ്ങനത്തെ ടോർച്ചർ റെസ്റ്റ് ഇല്ലാതെ കെട്ടിക്കൊണ്ടിരിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന.
അയാൾക്ക് ഈ മകളുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധവും ഒക്കെ അതിനാണല്ലോ ഈ അഴിമതി മൊത്തം ചെയ്ത് കൂട്ടിയത്. മകൾക്ക് more than his son, he would do all this for his daughter. He's a very selfish, very selfish father. അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ പുതിയൊരു ഗവൺമെൻറ് വന്നു, അപ്പോൾ ആ ഗവൺമെൻറ്റിൽ നിന്ന് എന്താണ് സ്വപ്ന പ്രതീക്ഷിക്കുന്നതെന്ന് 2-3 പറഞ്ഞിട്ട് ഒന്ന് ലിസ്റ്റ് ചെയ്ത് തന്നെ. For the people of Kerala, I think there should be development, employment opportunities. I mean, vigasanam എന്ന് പറയും, but then that has not happened. That is not happening anywhere. Now, when I see the Nema Sabha presentation and all that at the moment, I see the Honorable Chief Minister is actually responding quite well. അതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. I mean, let him do good for the people. Let them not, show that, yeah, I am talking back to the opposition leader, but then in the end, fruits are not for the common people, but fruits are only, for these ministers. Because ഒരു സമയത്ത് 2016 മുതലുള്ള സമയത്ത് I have seen how these people wanted to make money for in every paddhati, in every point. They are looking for opportunities outside India, inside India, only for their pockets and for their family. ഈ ഗവർണൻസ് അങ്ങനെ ആവരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആൻഡ് നൗ ഐ ഫീൽ വെരി പോസിറ്റീവ് ദറ്റ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമെങ്കിൽ then I think this is really good for the people of Kerala. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം I hope I get some assistance to go forward with my fight. എന്ത് ഹെൽപ്പാണ് ഈ ഗവൺമെൻറ്റിൽ നിന്നും സ്വപ്നയുടെ വിഷയത്തിൽ സ്വപ്ന പ്രതീക്ഷിക്കുന്നത്? എൻ്റെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരുമായിട്ട് ഇവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ലോക്കൽ സ്റ്റേഷൻസിലും ലോക്കലായിട്ട് എടുത്തിരിക്കുന്ന കുറേ കേസുകളുണ്ട്, വിച്ച് ഇസ് ഓഫ് നോ ഗ്രൗണ്ട്സ് ഇല്ലാത്ത കുറേ കേസുകളുണ്ട്. അതെല്ലാം ഒന്ന് വിട്ട് കിട്ടുക, രക്ഷപ്പെടുക. പിന്നെ അത് തന്നെ മാറുമ്പോഴത്തേക്കും ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് കുറേ മാറും. ദെൻ പ്രോബബ്ലി ഐ വിൽ ഗെറ്റ് സം ഓപ്പർച്യൂണിറ്റീസ് ടു വർക്ക്. Now that I've come back to Kerala, I'm looking for opportunities to work, to showcase my skills and bring bread to my family. അപ്പോൾ അതെല്ലാം ഈ ഒരു സംഭവം കൊണ്ട് probably I'll get a big relief. The right to live a decent life in Kerala is what I am looking for. And if this government can help me in that, I would be really grateful. സുഹൃത്തുക്കളെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സ്വപ്ന ഈ കേരളത്തിലെ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നത് റൈറ്റ് ടു ലൈഫ് എന്നാണ്. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ഒരു അഭിഭാഷകനും കൂടി ആയതുകൊണ്ട് നമുക്കറിയാം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 ആണ്. ആർട്ടിക്കിൾ 21 ആണ് ഞങ്ങളൊക്കെ റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള അവകാശം എന്നാണ് അർത്ഥം. സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിത, അവർ നടത്തിയ പോരാട്ടങ്ങൾ നമ്മൾ എന്താണെന്ന് കണ്ടു, അവരിപ്പോൾ നമ്മളോട് സംസാരിച്ചെന്താണെന്ന് കണ്ടു. അവർക്ക് കേരളത്തിൽ ജീവിക്കാനുള്ള അവകാശം നൽകുക എന്നത് ഈ VD സതീശൻ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയും ഉത്തരവാദിത്വവും ബാധ്യതവുമാണ്, അതിൻ്റെ മാൻഡേറ്റാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഒരു വനിതയെ, ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാമോ അതിൻ്റെയൊക്കെ അങ്ങേയറ്റം തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളും നിക്ഷിപ്ത താല്പര്യങ്ങളും തൻ്റെ മകളുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി അവരെ പീഡിപ്പിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഒരു വനിത, ഈ പ്രായത്തിലുള്ളൊരു വനിത ഒരിക്കലും അനുഭവിക്കാൻ കഴിയാത്തത്ര ദുരിതങ്ങളിലൂടെ ആ വനിത കടന്നുപോയത് നമ്മൾ കണ്ടു. ഒരർത്ഥത്തിൽ ഇത്രയും മാനസികമായ പീഡനമൊക്കെ ഏറ്റെടുത്തിട്ടും ആ വനിത ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ അഭിമാനകരമായി ആയിരുന്നു ഈ സംഭാഷണം എന്ന് ഞാൻ പറയട്ടെ. അതുകൊണ്ട് എനിക്ക് ഈ സംഭാഷണം അവസാനിക്കുമ്പോൾ കേരളത്തിലെ നല്ലവരായ ജനങ്ങളോട് പറയാനുള്ളത് സ്വപ്ന അവസാനമായി പറഞ്ഞ ഒരു കാര്യമാണ്. സ്വപ്ന എന്ന് പറയുന്ന ഈ വനിതയുടെ കഴിവെന്താണ് എന്നുള്ളത്, അവർക്ക് ഏതൊക്കെ തലത്തിൽ ഏതൊക്കെ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത്, അവരെത്ര ഉന്നതങ്ങളിൽ പ്രവർത്തിച്ച ഒരു വനിതയാണെന്നുള്ളത്, ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമാണ്. അവരനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്, ബന്ധപ്പെട്ടവരോട് പറയാനുള്ളത്, സ്വപ്ന എന്ന് പറയുന്ന വനിതയ്ക്ക് കേരളത്തിൽ
ജീവിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം എന്നാണ്. അവർക്ക് ഡീസൻ്റായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മലയാളികളുടെ ഒരു അടിസ്ഥാന ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഈ അഭിമുഖം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അവരുടെ റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 21 അത് ഉറപ്പാക്കുക എന്നത് കേരളത്തിലെ മലയാളികളുടെ ഉത്തരവാദിത്തമാണ്, കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്തായാലും അവരുടെ ഈ രണ്ടാം ഘട്ട സമരത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എല്ലാ പിന്തുണയും അവരെന്ത് ആവശ്യപ്പെടുന്നു അതെല്ലാം നൽകാനും ഈ സർക്കാരിൽ എനിക്കുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അവരെ അക്കാര്യത്തിലെല്ലാം സഹായിക്കാൻ ഞാൻ സദാ സന്നദ്ധനായിരിക്കും എന്നാണ് എനിക്ക് സ്വപ്നയോട് പറയാനുള്ളത്. അതുകൊണ്ട് നല്ലവരായിട്ടുള്ള മലയാളികൾ അവർക്ക് ജീവിക്കാൻ അവരുടെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു വഴി കണ്ടെത്തണം. കൃത്യമായി പറഞ്ഞാൽ അവർക്ക് ഒരു തൊഴിൽ, അവർക്ക് ന്യായമായി ജീവിക്കാനുള്ള, അവർക്ക് ഒരു ലൈവ്ലിഹുഡ്, ഒരു അതിജീവനം ഉറപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു തൊഴിൽ കണ്ടുപിടിക്കൽ ഉൾപ്പെടെ സ്വപ്നയ്ക്ക് ചെയ്തു കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്കെല്ലാവർക്കും കൂടി വേണ്ടിയാണ് അവർ ഈ പോരാട്ടത്തിൽ ഇടതടവില്ലാതെ അൺകോംപ്രമൈസിംഗ് ആയി അവർ മുന്നോട്ട് പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ മലയാളികളുടെ ഉത്തരവാദിത്വവും ബാധ്യതയും നമ്മുടെ മാൻഡേറ്റാണ് ഈ കേരളത്തിലേക്ക് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്ന, ഈ ഭരണം മാറിയതിനെ തുടർന്ന് തിരിച്ചു വന്നിരിക്കുന്ന ഈ സ്വപ്നയ്ക്ക് ഒരു ലൈവ്ലിഹുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നോട് ഇത്രയും നേരം സംസാരിച്ച സ്വപ്നയോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തട്ടെ.